ഹൃദയ സംബന്ധമായ രോഗം നേരിടുന്ന തൻ്റെ ഭാര്യയെ കൂടെ നിന്ന് പരിചരിക്കാനായി തൻ്റെ ജോലി ഉപേക്ഷിച്ച ഭർത്താവിൻ്റെ മുന്നിൽ യാത്രയയപ്പ് ചടങ്ങിൽ നിന്ന് ഭാര്യ കുഴഞ്ഞു വീണ് മരിച്ചു. NDTV ഉൾപ്പെടെയുള്ള ദേശീയ മാധ്യമങ്ങളാണ് വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത്. രാജസ്ഥാനിലെ കോട്ടയിലാണ് സംഭവം നടന്നത്. ഇതിൻ്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. കുറച്ചുനാളായി ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലായിരുന്നു ദേവേന്ദ്രയുടെ ഭാര്യ ദീപിക. വിദഗ്ധ ചികിത്സ നൽകിയിട്ടും രോഗത്തിന് കാര്യമായ കുറവൊന്നും ഉണ്ടായില്ല. വെയർഹൗസ് മാനേജറായി ജോലി നോക്കിയിരുന്ന 50-കാരനായ ദേവേന്ദ്ര സന്ദരിന് മുന്നിലാണ് ഭാര്യ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. രോഗിയായ ഭാര്യയെ കൂടെ നിന്ന് പരിചരിക്കുന്നതിന് വേണ്ടിയാണ് ഇയാൾ VRS എടുത്തത്. രോഗം കൂടുതലായതോടെയാണ് ഭാര്യയ്ക്ക് മികച്ച പരിചരണം നൽകാനായി ദേവേന്ദ്ര സ്വമേധയാ വിരമിക്കാൻ തീരുമാനിച്ചതും. ദീപികയെയും ഇക്കാര്യം അറിയിച്ചിരുന്നു. എന്നാൽ ഭർത്താവിൻ്റെ വിരമിക്കലിൽ എതിർപ്പുണ്ടായിരുന്ന ഭാര്യ എതിർപ്പറിയിച്ചെങ്കിലും പിന്നീട് സമ്മതിക്കുകയായിരുന്നു. വിരമിക്കൽ ദിവസം ദേവേന്ദ്രക്ക് യാത്രയയപ്പ് നൽകാൻ സഹപ്രവർത്തകർ തീരുമാനിച്ചു. ചടങ്ങിലേക്ക് ദീപികയെയും ക്ഷണിച്ചിരുന്നു. പണം ഞങ്ങൾ തരും. ദേവേന്ദ്രയുടെ സഹപ്രവർത്തകരുമായി വ്യക്തിപരമായ അടുപ്പമുണ്ടായിരുന്നതിനാൽ അസുഖത്തെ വകവയ്ക്കാതെ ദീപികയും ചടങ്ങിനെത്തി. ചടങ്ങിനിടയിൽ ആരോഗ്യനില മോശമായ ദീപിക അവശയായി കസേരയിൽ ഇരിക്കാൻ ശ്രമിച്ചു. എന്നാൽ നിലം തെറ്റി താഴേക്ക് വീഴുകയായിരുന്നു. ഓടിയെത്തിയ ഭർത്താവ് ദേവേന്ദ്ര പുറം തടവിക്കൊടുക്കെ ദീപിക അദ്ദേഹത്തെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. തുടർന്ന് അബോധാവസ്ഥയിലായി. സഹപ്രവർത്തകരും ദേവേന്ദ്രയും നോക്കി നിൽക്കെയാണ് സംഭവം നടന്നത്. ഇവർ ചേർന്ന് ദീപികയെ ഉടൻ അടുത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും അപ്പോഴേക്കും ദീപികയുടെ മരണം സ്ഥിരീകരിച്ചിരുന്നു. മറ്റു സഹപ്രവർത്തകർ ദേവേന്ദ്രയുടെ ഭാര്യയ്ക്ക് ഉടൻ തന്നെ വെള്ളം കൊടുക്കാൻ സഹായിക്കുന്നുണ്ടെങ്കിലും രക്ഷപ്പെടുത്താൻ പറ്റിയില്ല. കോട്ടയിലെ ദാദാബാരിയുടെ ശാസ്ത്രാനഗറിലെ താമസക്കാരനായ ദേവേന്ദ്ര തൻ്റെ യഥാർത്ഥ വിരമിക്കൽ തീയതിക്ക് 3 വർഷം മുൻപ് ഭാര്യയോടൊപ്പം താമസിക്കാനും പരിപാലിക്കാനും സ്വമേധയാ വിരമിക്കുകയായിരുന്നെന്നും അവർ കൂട്ടിച്ചേർക്കുന്നുണ്ട്. തൻ്റെ സ്വമേധയാ വിരമിക്കൽ അപേക്ഷ കമ്പനി അംഗീകരിച്ച ശേഷം ചൊവ്വാഴ്ച ഓഫീസിലെ അവസാന ദിവസമായിരുന്നു. അപ്പോഴാണ് ഈ ദാരുണമായ സംഭവം നടന്നത്. അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.